ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ താളുകൊണ്ട് ഒരു തോരനാണ്. തുമരം പരിപ്പും വെച്ചിട്ട് അതിനാദ്യം നമ്മൾ ചേമ്പിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് വരണം. അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തൊരു തോലുണ്ട്, അതൊന്ന് ഉരിച്ച് കളയണം. വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്, എളുപ്പം അതിനെ ചെത്തി കളയാൻ പറ്റും. അതിന് ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഈ ചേമ്പിൻ്റെ താള്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തോരൻ പരിപ്പ് നന്നായിട്ട് കഴുകി ഒന്ന് വേവിച്ച് ഊറ്റി വയ്ക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഇതെല്ലാം മൂത്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടിട്ട് കൊടുക്കുക, താളെന്ന് പറയും, അതിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉള്ളി ചേർക്കുന്നില്ല, ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ടാണ്. നന്നാക്കി ഇതൊക്കെ തീർന്നു പോയി. അതിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇനി ഈ ചേമ്പിൻ്റെ താളൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തോരൻ പരിപ്പ് ഇട്ട് കൊടുക്കും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് തുറന്നു കഴിയുമ്പം നമ്മുടെ ചേമ്പിൻ താളും തോരൻ പരിപ്പും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ചേമ്പിൻ്റെ താളാണ്. പണ്ടൊക്കെ നാടൻ കറികൾ മിക്കവാറും വീടുകളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായ ചേമ്പിൻ താളും തോരപ്പരിപ്പും ചേർന്നുള്ള തോരൻ. ഇനി നമുക്ക് പാലക്കും മുട്ടയും ചേർത്ത് ഒരു തോരൻ ഉണ്ടാക്കാം. അതിനിവിടെ എടുത്തിരിക്കുന്ന പാലക്കിൻ്റെ ഇലയാണ്. ഒരു 4-5 പാലക്കിൻ്റെ ഇലയെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വളരെ ചെറുതായിട്ട് അരിയണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കയറി ഒന്ന് കാണണം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പച്ചമുളകും സവാളയും ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. ഇല ആയതുകൊണ്ട് പെട്ടെന്ന് വാടിക്കിട്ടും. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ ആവിയിലിരുന്ന് അതൊന്ന് വേകാൻ വേണ്ടിയാണ്. അതിനുശേഷം തുറന്ന് ഒന്ന് ഇളക്കി വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തോർത്തിയെടുക്കണം. അതിനുശേഷം അതൊന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് നടുക്കോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 2 അവരവർക്ക് ഇഷ്ടമനുസരിച്ച് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചതിന് ശേഷം ഈ ഇലകളും എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് തോർത്തിയെടുക്കുക. ഒന്ന് വിട്ട് ഉതിരായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാലക് തോരനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ ഈ 2 വിഭവങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.